ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2387. ജൂലൈ മാസം 14-ാം തീയതി 195-ാമത്തെ ദിവസത്തിലെത്തി. വിശ്വാസത്തെക്കുറിച്ച് വീണ്ടും പറയാനായിട്ട് തോന്നുകയാണ്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഒരാളെ സഹായിക്കുന്ന ഊന്നുവടിയല്ലേ വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസമില്ലായിരുന്നെങ്കിൽ എനിക്ക് പണ്ടേ ഭ്രാന്ത് പിടിച്ചേനെ എന്ന് ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ബുദ്ധിയിലും യുക്തിയിലും ഒതുങ്ങാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. അവയുടെ മുമ്പിൽ മനുഷ്യനെ പലപ്പോഴും നിൽക്കേണ്ടി വരുന്നുണ്ട്. അത്തരം നിമിഷങ്ങളിലാണ് വിശ്വാസം ഒരാൾക്ക് തുണയാകുന്നത്. വിശ്വാസമില്ലാത്ത ഒരാളുടെ ജീവിതത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞേക്കാവുന്ന അനുഭവങ്ങൾക്ക് മീതെ കൂടി വിശ്വാസി സൗമ്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. ഒരു ഏകമകന്റെ അപ്രതീക്ഷിത മരണത്തെ ഒരു അപ്പൻ സ്വീകരിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, ഇത്രയും നാൾ ഞങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് അവനെ വിട്ടുതന്നല്ലോ, മതി. വിശ്വാസം എന്നത് തലയ്ക്ക് മുകളിൽ ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ഒഴുക്കൻ, ഒരു പഴയ വിചാരം മാത്രമാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. തലയ്ക്ക് മുകളിൽ ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു തോന്നൽ മാത്രമൊന്നുമല്ല വിശ്വാസം. നമ്മളെക്കാൾ അത് നന്നായിട്ട് പിശാചിനും അറിയാവുന്ന വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നില്ലേ? പിന്നെ എന്താണ്, എങ്ങനെയാണ് എൻ്റെ വിചാരത്തെ ഒന്ന് പുതുക്കിയെടുക്കേണ്ടത്? എന്നെ നിരന്തരം പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹ സാന്നിധ്യമുണ്ടെന്നുള്ള ഒരു തീർച്ചയിലേക്കും തീർപ്പിലേക്കുമാണ് എത്തേണ്ടത്. എന്നെ നിരന്തരം പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹ സാന്നിധ്യമാണ് ദൈവമെന്നുള്ള അവബോധമുണ്ടാകുകയാണ് വിശ്വാസത്തിന്റെ ആദ്യപടി. വെയിലിലും തണലിലും ഇരുളിലും വെളിച്ചത്തിലുമൊക്കെ ഇസ്രായേൽ മക്കൾക്ക് അകമ്പടി പോയതുപോലെ തന്നെ അവിടുന്ന് എന്നെയും പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് വെയിലിൽ തണലായും ഇരുളിൽ വെളിച്ചമായും ഒക്കെയാണ്. എന്റെ ഉള്ളിലും അതേ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. ഇങ്ങനെയൊരു അവബോധം കിട്ടിയ ഒരാൾ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോഴും അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയും കരുത്തുമുണ്ട്. ഇതിന്റെ നല്ല മാതൃക ക്രിസ്തുയേശു തന്നെയാണ്. പടകില് ഇങ്ങനെ പ്രക്ഷുബ്ധമായൊരു കടലിലൂടെ, തടാകത്തിലൂടെ കടന്നു പോകുമ്പോഴും അവന് പടകില് അമരത്ത് തലവെച്ച് ഉറങ്ങിയെന്നൊക്കെ പറയാം. അങ്ങനെ ഒരു സ്വസ്ഥത വിശ്വാസത്തെ കൂട്ടുപിടിച്ച് നമ്മളും അനുഭവിക്കണ്ടേ? പ്രാർത്ഥനയോടുകൂടി ആമേൻ.